ഫ്രണ്ട്സ്, ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ പുറത്തുനിന്ന് ഗീ റൈസാണ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് എടത്തല അല്ലമീൻ കോളേജിൻ്റെ അടുത്തുനിന്ന് സംസം ഹോട്ടൽ എന്ന് പറഞ്ഞ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ പണ്ട് തുടങ്ങിയ ഹോട്ടൽ ഉള്ളതാണ്. നാസിയ എന്നായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര്. ഇപ്പോൾ സംസം ഹോട്ടൽ എന്നാണ്. ആദ്യം അവിടുത്തെ ഒരു ആയിക്കട മോളുടെ പേരാണ്. പിന്നെ ഇപ്പോൾ അത് മക്കളാണിപ്പോൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ തിങ്കളാഴ്ചയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫുഡ് ഗീ റൈസ് വാങ്ങിയത്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കട്ടെ. നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഗീ റൈസ്. ഞാൻ കുറച്ചെടുക്കുന്നുള്ളേ, വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതിന് അച്ചാർ, കച്ചമ്പർ, ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പപ്പടം വറുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെപ്സി ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ക്യാമ്പ. അപ്പോൾ ഇതിൽ കൂടുതലുണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത്രയായി. അപ്പോൾ നമുക്ക് ഇതും എടുക്കാം. ഞാൻ ആലുവയിൽ നിന്ന് മേടിച്ചതാണ് ആ കപ്പ്. ഇത്രേ ഉള്ളൂ കേട്ടോ, ഫുള്ളില്ല. അപ്പം നമുക്ക് കഴിച്ചാലോ? കച്ചമ്പറും പൊട്ടിക്കേ. അവിടുത്തെ ഇക്ക പണ്ട് ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇക്കയുടെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പപ്പടം ഒരെണ്ണം എടുക്കേ. പപ്പടം തണുത്തു പോയിട്ടോ, മഴയുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കട്ടെ. നല്ലതാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഗീ റൈസാണ്. അവിടെ ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ വേറൊരു കാര്യവും കൂടി ഉണ്ട്, അപ്പോൾ അത് പറയാനായിരുന്നേ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എൻ്റെ കഴുത്ത് ഇവിടെ ഇടറിയിട്ടുണ്ട്, നല്ല വേദനയായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഫുഡ് വാങ്ങിക്കാൻ പോയപ്പോൾ പായസം വാങ്ങി, ഓരോ ഗ്ലാസ് വെച്ചിട്ട്. ഇത് ഗോതമ്പ് പായസം വാങ്ങി, പരിപ്പ് പായസം വാങ്ങി, ഓരോ ഗ്ലാസ് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ പപ്പടവും കൂടുതൽ വറുത്തേട്ടാ. അപ്പോൾ ഇത് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് പായസം കുടിക്കാം. കുറച്ച് കഴിക്കുന്നുള്ളൂ കേട്ടോ. ചൂട് പോയി, ചൂടുണ്ടായിരുന്നാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ കഴിച്ച് നോക്കട്ടെ. പപ്പടം തണുത്തു പോയി, വെറുതെ കഴിച്ചോക്കെ. ഇത് പരിപ്പ് പായസമാണ്. നല്ല, ഞാൻ അവിടുന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് പായസം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതാ നമുക്ക് അടുത്തത് ഗോതമ്പ് പായസം കഴിക്കേ.
അപ്പോൾ നമുക്ക് അടുത്തത് ഗോതമ്പ് പായസം കഴിച്ച് നോക്കാം. വെറുതെ കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇത് ഒന്ന് പരിപ്പാണ്. ഇത് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഗോതമ്പ് പായസം അങ്ങനെ കഴിക്കാറില്ല. കൂടുതലും കഴിക്കുന്നത് സേമിയ പായസമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സേമിയ പായസമാണ്. പിന്നെ പരിപ്പ് ഇപ്പോൾ അടുത്തിടെയാണ് കഴിച്ചൊക്കെ തുടങ്ങി. ഗോതമ്പ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഇത്തിരിയോടെയും ടേസ്റ്റ് ഗോതമ്പിനാണ്. പരിപ്പിനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. ബൈ.